ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നവംബർ 30 ശനിയാഴ്ച സായാഹ്ന നമസ്കാരത്തോടുകൂടി നമ്മൾ പുതിയൊരു ആരാധനാ വത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മംഗളവാർത്താക്കാലം. ഒരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം നമ്മുടെ ആത്മീയതയും വിശ്വാസ ജീവിതവുമെല്ലാം ആരാധന അധിഷ്ഠിത ആധ്യാത്മികതയിൽ ഉറപ്പിക്കപ്പെട്ടതാണ്. ഈ ആരാധനാ വത്സരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആധ്യാത്മികത രൂപപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് വിവിധ ആരാധനാക്രമ കാലഘട്ടങ്ങൾ. പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൽ നമുക്ക് 9 ആരാധനാക്രമ കാലഘട്ടങ്ങളാണ് ഉള്ളത്. മംഗളവാർത്ത കാലഘട്ടത്തിൽ ആരംഭിച്ച് പള്ളിക്കുദാശ കാലഘട്ടത്തിൽ അവസാനിക്കുന്ന ഒരു ആരാധനാക്രമ ചക്രം. അതിൻ്റെ ആരംഭമാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ കുറിക്കുക. ഈ ആരാധനാക്രമ ആധ്യാത്മികതയെക്കുറിച്ച് ചിന്തിക്കുവാനും ആരാധനാക്രമ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും സഹായിക്കുന്നതാണ് പരിശുദ്ധ പിതാവിൻ്റെ ഒരു പ്രബോധനം. ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസി ആരാണ് എന്നുള്ള ചോദ്യത്തിന് മാർപ്പാപ്പ നൽകുന്ന ഉത്തരം ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെന്നാണ്. എ ബിലീവർ ഈസ് വൺ ഹു എസെൻഷ്യലി റിമെമ്പേഴ്സ് എന്നാണ് മാർപ്പാപ്പ പറയുക. ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പൊരുളെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വാചകമാണോ ഇതെന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. നമ്മൾ ആ വാചകത്തിൽ ഒന്നുകൂടി നമ്മുടെ ശ്രദ്ധയൂന്നുകയും എന്താണതിൻ്റെ പൊരുളെന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക ഈ ഓർമ്മയാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഓർമ്മയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഈ ഓർമ്മയാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ഓർമ്മയാണ് നമ്മൾ കൈമാറുന്നത്. അപ്പോഴും നമുക്ക് എന്താണ് ഈ ഓർമ്മയെന്നോ എന്തുകൊണ്ടാണ് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിരിക്കുന്നതോ എന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ക്രിസ്ത്യാനി എന്താണ് ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം കാണുമ്പോൾ മാത്രമാണ് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാവുക. ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെങ്കിൽ അവൻ ഓർമ്മിക്കുന്നത് പിതാവായ ദൈവം അവന് വേണ്ടി തയ്യാറാക്കിയ രക്ഷാകര പദ്ധതിയെക്കുറിച്ചാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് പൂർത്തീകരിക്കപ്പെട്ട ഈ രക്ഷാകര പദ്ധതിയാണ് അവൻ ഓർമ്മിക്കുക, അതാണ് അവൻ ആഘോഷിക്കുക, അതാണ് അവൻ തലമുറകളിലേക്ക് ഓർമ്മകളിലൂടെയും ആഘോഷങ്ങളിലൂടെയും എല്ലാം കൈമാറിക്കൊടുക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ മാർപ്പാപ്പ പറയുന്നത് അതാണ്. ഈ ആരാധനാ വത്സരങ്ങൾ, ഈ ഓർമ്മകൾ വളരെ സവിശേഷമായിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആരാധനയിലും ആഘോഷങ്ങളിലും നിലനിർത്തുവാനായിട്ട് സജീവമായിട്ട് നമ്മുടെ ചിന്തയിലും പ്രാർത്ഥനയിലും കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. കാരണം ആരാധനാ വത്സരങ്ങൾ തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുക ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ വിവിധ മുഹൂർത്തങ്ങളെ ഉൾപ്പെടുത്തിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തവും സംഭവമാണ് ഈശോയുടെ ജനനം അല്ലെങ്കിൽ മിശിഹ സംഭവം. ഈശോയുടെ പെസഹ രഹസ്യമാണ് ഈ രക്ഷാകര ചരിത്രത്തിൻ്റെയും കർത്താവ് നമ്മുടെ രക്ഷ സാധിച്ചതിൻ്റെയും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മുഹൂർത്തവും സംഭവവും. അപ്പോൾ ഈ ആരാധനാ വത്സരങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുക ഈ രക്ഷാകര ചരിത്രത്തിലെ വിവിധ മുഹൂർത്തങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഓരോ ആരാധനാ വത്സരത്തിനും നമ്മൾ പറഞ്ഞതുപോലെ 9 ആരാധനാ ക്രമ കാലഘട്ടങ്ങൾ. ഈ 9 ആരാധനാക്രമ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഊന്നലുകളുണ്ട്, പ്രാർത്ഥനയുടെ വിഷയങ്ങളുണ്ട്, സാമൂഹിക പ്രവർത്തനത്തിനുള്ള വിഷയങ്ങളുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ്
നമ്മൾ ആരാധനാക്രമ അധിഷ്ഠിത ആധ്യാത്മികത രൂപപ്പെടുത്തുന്നവരാകുന്നത്. സഭയോടൊപ്പം ആരാധനയിൽ പങ്കുചേർന്ന് സഭ അനുശാസിക്കുന്ന രീതിയിൽ ആരാധനയെ അർപ്പിച്ചാണ് നമ്മൾ ആരാധനാക്രമത്തിൽ സജീവമായിട്ട് പങ്കുകാരാകുന്നത്. അപ്പോൾ മാർപ്പാപ്പ ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്നവനാണ് എന്നാണ് മാർപ്പാപ്പ അർത്ഥമാക്കുക. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. കാരണം ഈ പഴയ നിയമത്തിൽ ആരംഭിച്ച് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പെസഹ രഹസ്യത്തോടുകൂടി അവസാനിക്കുന്ന ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ വിവിധ മുഹൂർത്തങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഈ ആരാധനാക്രമത്തിൽ അനുസ്മരിക്കുന്നു, ആഘോഷിക്കുന്നു, അത് തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ആരാധനാ മത്സരവും നമ്മളെ ഈ ആത്മീയ ജീവിതത്തിൽ വളരുവാനായിട്ടാണ് പ്രത്യേകമായിട്ട് സഹായിക്കുന്നതും നമ്മൾ ഇന്ന് ആഹ്വാനം ചെയ്യുന്നതും അതാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ആരാധനാ മത്സരത്തിൽ നാളെ മംഗളവാർത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മംഗളവാർത്ത കാലഘട്ടം ഈശോയുടെ ജനനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ്. പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെ അനുസ്മരിച്ച്, പഴയ നിയമ ജനതയുടെ കാത്തിരിപ്പിനെ അനുസ്മരിച്ച് നമ്മൾ ഈശോയുടെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പൗരസ്ത്യ ആധ്യാത്മികതയിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള നോമ്പിലേക്കും പ്രവേശിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിവിധ നോമ്പുകളുണ്ട്. വളരെ പ്രത്യേകമായിട്ട് 25 നോമ്പ്. അപ്പോൾ ഈശോയുടെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള 25 നോമ്പിലേക്കും നമ്മൾ ഈ ആരാധനാ മത്സരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ 25-ാം ദിവസം നമ്മൾ ഈശോയുടെ ജനനം ആഘോഷിക്കുകയാണ്. നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ആത്മീയമായിട്ട് ഒരുങ്ങി നമ്മൾ കർത്താവിൻ്റെ പിറവിത്തിരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. നോമ്പിനും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമെല്ലാം പൗരസ്ത്യ ആധ്യാത്മികതയിൽ വളരെ പ്രത്യേകതയുണ്ട്, വളരെ വലിയ സ്ഥാനമുണ്ട്. അക്കാര്യവും നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കുവാനുള്ളത്, ഈ ആരാധനാക്രമാധിഷ്ഠിത ആധ്യാത്മികതയും വ്യക്തിപരമായ പ്രാർത്ഥനയും ഭക്താനുഷ്ഠാനങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. ചിലപ്പോൾ അവ പരസ്പരം പൂരകമല്ല എന്ന് പറയുന്ന വാദഗതികൾ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ എന്നാൽ അത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. പൗരസ്ത്യ ആധ്യാത്മികതയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ഭക്താനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളും പ്രാധാന്യവുമെല്ലാം ഉണ്ട്. അവ പരസ്പരം വിരുദ്ധങ്ങളല്ല, അല്ലെങ്കിൽ വൈരുദ്ധ്യം അല്ല, വിരോധാഭാസവുമല്ല, പക്ഷേ പരസ്പര പൂരകമായിട്ടുള്ളതാണ്. സഭയുടെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ ആരാധനാക്രമ അധിഷ്ഠിത ആധ്യാത്മികതയും വ്യക്തിപരമായ പ്രാർത്ഥനയും ഭക്താനുഷ്ഠാനങ്ങളുമെല്ലാം. അവയെക്കുറിച്ച് തന്നെ 2ാം വത്തിക്കാൻ കൗൺസിൽ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യവും ശ്രദ്ധേയമാണ്. വളരെ പ്രത്യേകമായിട്ട് 13-ാം നമ്പരിൽ ഇതിനെക്കുറിച്ച് പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും ഭക്താനുഷ്ഠാനങ്ങളും ആരാധനാക്രമ കാലഘട്ടത്തിൻ്റെ അനുസൃതമായിരിക്കണമെന്നും അവയോട് അനുരൂപപ്പെട്ടതായിരിക്കണമെന്നും ഒരുപക്ഷെ അവയിൽ നിന്ന് രൂപം കൊള്ളുന്നതായിരിക്കണമെന്നും അവയിലേക്ക് നയിക്കുന്നതായിരിക്കണമെന്നുമെല്ലാമാണ് സഭയുടെ പ്രബോധനം. അതുകൊണ്ട് സഭയൊരിക്കലും അവ പരസ്പര വിരുദ്ധങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നില്ല, സഭയും നമ്മളെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് നമ്മൾ അവയ്ക്കനുരൂപമായിട്ട് നമ്മുടെ ആത്മീയതയെയും നമ്മുടെ ഭക്താഭ്യാസങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും എല്ലാം നമ്മൾ ക്രമീകരിക്കണമെന്ന് മാത്രമാണ് സഭ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ആധ്യാത്മികതയെ രൂപപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളുടെയും എല്ലാം വെളിച്ചത്തിലാണ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്തത് ക്രിസ്ത്യാനി ഓർമ്മിക്കുന്നവനാണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഓർമ്മയുടെ വലിയൊരു ചരിത്രം നാളെ ആരംഭിക്കുകയാണ്. ആരാധനാക്രമ മത്സരം ആരംഭിക്കുന്നതോടുകൂടി, അപ്പോൾ മംഗളവാർത്ത കാലത്തോടുകൂടി, ഒപ്പം പിറവിത്തിരുന്നാളും ദനഹാത്തിരുന്നാളും നോമ്പുകാലവും ഉയർപ്പുകാലവും കൈത്താക്കാലവും സ്ലീഹാക്കാലവും എല്ലാം നമ്മളെ ഈ ആരാധനാ മത്സരത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന മിശിഹ അനുഭവത്തിൻ്റെ വിവിധ മുഹൂർത്തങ്ങളിലേക്കും മിശിഹ അനുഭവത്തിലേക്കും എല്ലാമാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നല്ല ആശംസകൾ നേരുകയാണ്.
പുതിയ ആരാധനാ മത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ, അതിൻ്റെ ചൈതന്യം സ്വീകരിച്ച് നീങ്ങുവാൻ, ഒപ്പം ഈ ഏറ്റവും അടുത്ത ഒരുക്കത്തിന് അല്ലെ കർത്താവിൻ്റെ പിറവിത്തിരുനാളിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കം നടത്തുവാൻ നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം ജീവിതത്തിൽ സ്വീകരിച്ചും അതിന് ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യവും കൊടുത്തും അവയെ ഉൾക്കൊണ്ട് ഈശോയുടെ പിറവിത്തിരുന്നാൾ ഏറ്റവും സന്തോഷകരമായിട്ട് ആഘോഷിക്കുവാൻ, അതിനെ തുടർന്ന് വരുന്ന ആരാധനാ മത്സരങ്ങളുടെ ചൈതന്യം മനസ്സിലാക്കി, ഓരോ ആരാധനാ മത്സരത്തിൻ്റെയും പ്രാധാന്യവും മനസ്സിലാക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തെയും ക്രമീകരിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി സമാഗതമാകുന്ന പുതിയ ആരാധനാ മത്സരത്തിൻ്റെയും നോമ്പുകാലത്തിൻ്റെയും എല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.